നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഭരണഘടനയുടെ സീരീസ് ഓഫ് ക്ലാസ്സുകളാണ്. അതിൽ തന്നെ നമ്മൾ അവസാനമായിട്ട് പഠിച്ചത് പൗരത്വത്തെക്കുറിച്ചായിരുന്നു. എന്താണ് പൗരത്വത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്, എങ്ങനെയെല്ലാം ഒരു പൗരന് പൗരത്വം നേടാം, എങ്ങനെയെല്ലാം പൗരത്വം നഷ്ടപ്പെടാം, എന്താണ് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഭേദഗതികൾ, അവ എന്താണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നോക്കി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഭരണഘടനയിലെ തന്നെ വളരെ മനോഹരവും വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗത്തിൻ്റെ പേരാണ് മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഫിലോസഫിക്കൽ പാർട്ടിൻ്റെ, അതായത് തത്വചിന്താപരമായിട്ടുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഭരണഘടനയ്ക്ക് 3 ഭാഗങ്ങളാണ് ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് തത്വചിന്താപരമായിട്ടുള്ള ഭാഗം, അതാണ് എന്താണെന്ന് പറയുന്നത് ഫിലോസഫിക്കൽ പാർട്ട് എന്ന് പറയും. അതിലാണ് മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും വരുന്നത്. പിന്നെ ഒരു സ്ട്രക്ചറൽ പാർട്ടുണ്ട്, അതായത് ഘടനാപരമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായിട്ടുള്ള ഭാഗമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയപരമായിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ട്. എങ്ങനെയാണ് ഇലക്ഷൻ, പാർലമെന്ററി, ജനാധിപത്യം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, രാഷ്ട്രീയ ഭാഗം, പൊളിറ്റിക്കൽ പാർട്ട് എന്ന് പറയും. അത് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫിലോസഫിക്കൽ പാർട്ട് അഥവാ തത്വചിന്താപരമായിട്ടുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന പറയുന്ന മൗലിക അവകാശങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായി നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഈ മൗലിക അവകാശങ്ങൾക്കൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. 1215 ജൂൺ 15 ലോക ചരിത്രത്തിലെ ഒരു വലിയ സംഭവത്തിന് ബ്രിട്ടനിൽ സാക്ഷ്യം വഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആ സംഭവം എന്നുള്ളത്. ബ്രിട്ടനിലെ റണ്ണിമേഡിൽ വെച്ചുകൊണ്ട് ജോൺ രണ്ടാമനും ക്രിസ്ത്യൻ സഭയുടെ പോപ്പും മറ്റു അധികാരികളും ഭൂപ്രഭുക്കന്മാരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു കരാറിൽ ഒപ്പുവെക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാഗ്ന കാർട്ട കരാർ എന്ന് പറയുന്നത്. 1215 ജൂൺ 15 ബ്രിട്ടനിലെ രാജാവായിട്ടുള്ള ജോൺ രണ്ടാമൻ ഒപ്പുവെച്ച കരാറാണ് എന്തെന്ന് പറയുന്നത് മാഗ്ന കാർട്ട കരാർ എന്ന് പറയുന്നത്. ലാറ്റിൻ ഭാഷയിൽ ഇതിന്റെ അർത്ഥം ദ ഗ്രേറ്റ് ചാപ്റ്റർ എന്നാണ്, മഹത്തായ രേഖ എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഗ്രേറ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ മഹത്തായ രേഖ എന്ന് അറിയപ്പെടുന്ന ഈ രേഖയിലാണ് ആദ്യമായിട്ട് അതായത് ഞങ്ങൾ പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകുന്നു. ഞങ്ങൾ പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകുന്നു. ആദ്യമായിട്ട് പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകുന്നത് എന്തിലാണ്? ഈ പറയുന്ന രേഖയിലാണ്. അപ്പോൾ മാഗ്ന കാർട്ട രേഖയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ മാഗ്ന കാർട്ട രേഖ എന്ന് പറയുന്നത് അത് പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകുന്നു. മാത്രമല്ല നിയമത്തിന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്നു. മാത്രമല്ല നിയമത്തിന് താഴെ രാജാവും നിയമത്തിന് താഴെയാണ് എന്തെന്ന് പറയുന്നത് രാജാവും നിയമത്തിന് മുന്നിൽ സാധാരണ ജനങ്ങളെ പോലെ തന്നെ തുല്യരാണ് എന്ന് ഈ രേഖ പറയുന്നു. ബ്രിട്ടൻ ജനാധിപത്യത്തിലേക്ക് അതിൻ്റെ കാൽപ്പടികൾ എടുത്തു വെക്കുന്നത് ഈ കരാറോടുകൂടിയാണ്. അപ്പോൾ ഇവിടെയാണ് ആദ്യമായിട്ട് പൗരന്മാർക്ക് നൽകുന്ന ഒരു അവകാശങ്ങളെ കുറിച്ച് ആദ്യമായിട്ട് ചരിത്രത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത്. അപ്പോൾ നോക്കാം, 1215 ജൂൺ 15 മാഗ്ന കാർട്ട കരാർ. ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവാണ് ജോൺ രണ്ടാമൻ. എവിടെ വെച്ചാണ് ഇത് ഒപ്പുവെച്ചത്? റണ്ണിമേഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കരാറ് ഒപ്പുവെക്കുന്നത്. റണ്ണിമേഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കരാറ് ഒപ്പുവെക്കുന്നത്. എന്നാൽ ഇതിനൊരു ഈ പറയുന്ന ഇതിൽ
പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? പൗരന്മാർക്ക് ചില അവകാശങ്ങൾ അനുവദിച്ചു നൽകുന്നു എന്ന് ഈ കരാറിൽ പറയുന്നുണ്ട്. എന്നാൽ അതെന്താണ്? അതൊരു പരിപൂർണമായിട്ടുള്ള അനുവദിച്ചു നൽകലല്ലായിരുന്നു. എന്താണ്? അതിൽ ചില വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന കരാറിൽ അനുവദിച്ചു നൽകുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നില്ല. പകരം എന്താണ്? ചില അവകാശങ്ങളെല്ലാം പുരുഷന്മാർക്ക് മാത്രം, ചില അവകാശങ്ങൾ എന്താണ് വെള്ളക്കാരായിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രം, ചിലത് എന്താണ് പ്രഭുക്കന്മാർക്ക് മാത്രം. ഇങ്ങനെ എന്താണ് ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു ഈ പറയുന്ന എന്തില് മാഗ്ന കാർട്ട കരാറിൽ അനുവദിച്ച് നൽകിയ അവകാശങ്ങളിൽ എന്തുണ്ടായിരുന്നു? ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. എന്നാലും എന്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്താണ് പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്ത രേഖയാണ് എന്തെന്ന് പറയുന്നത് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ മൗലിക അവകാശങ്ങളുടെ പരിപൂർണമായിട്ടുള്ള ഒരു രൂപപ്പെടൽ ഉണ്ടാകുന്നത് അമേരിക്കയിലാണ്. അമേരിക്ക ഭരണഘടന തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്ക തീരുമാനിക്കുന്നു, ഞങ്ങളുടെ പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. എന്താണ്? ഞങ്ങളുടെ പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള അവകാശങ്ങൾ? ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ. എന്താണ്? ഭരണഘടന അഷ്വേർഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഞങ്ങൾ പൗരന്മാർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശത്തിന്റെ പ്രത്യേകത കൂടി അവർ പറയുന്നു. എന്താണ്? നിങ്ങൾക്കത് നഷ്ടപ്പെടുന്ന പക്ഷം കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന അവകാശങ്ങളാണ് ഞങ്ങൾ പൗരന്മാർക്ക് അനുവദിച്ചു നൽകുന്നത്. ഇങ്ങനെ ഒരു എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ്. അമേരിക്കൻ ഭരണഘടനയുടെ ആദ്യത്തെ 10 ഭരണഘടനാ ഭേദഗതികളാണ് എന്തെന്ന മൗലിക അവകാശങ്ങൾ എന്ന് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന അവരുടെ എന്താണ് അമേരിക്കൻ ഭരണഘടനയിൽ ഈ മൗലിക അവകാശങ്ങൾ അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ്. എന്താണ്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ്. ഇതിന്റെ പിതാവ് എന്ന് പറയുന്നത് അമേരിക്കൻ മൗലികാവകാശങ്ങളുടെ അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. അപ്പോ നോക്കുക, എന്താണ് അമേരിക്കയിലാണ്, അമേരിക്ക അല്ലെങ്കിൽ എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ് എന്തെന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഭരണഘടന ഉറപ്പു നൽകുന്നു, ഭരണഘടന ഉറപ്പു നൽകുന്നു, കോടതി വഴി സ്ഥാപിച്ചെടുക്കാം, കോടതി വഴി സ്ഥാപിച്ചെടുക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവകാശങ്ങൾ അമേരിക്കൻ പൗരന്മാർക്ക് അനുവദിച്ചു നൽകുന്നു. ഇതെന്താണ്? ആദ്യത്തെ 10 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് ഈ അവകാശങ്ങൾ അനുവദിച്ചു നൽകുന്നത്. ആ 10 ഭരണഘടനാ ഭേദഗതികൾ, ആദ്യത്തെ 10 ഭരണഘടനാ ഭേദഗതികൾ അമേരിക്കയിൽ അറിയപ്പെടുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് അതായത് മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന അമേരിക്കയിലെ മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സിന്റെ പിതാവ് എന്ന് പറയുന്നത്. അതായത് 1215 ആദ്യമായിട്ട് എന്താണ് പൗരന്മാർക്ക് ചില അവകാശങ്ങൾ അനുവദിച്ചു നൽകപ്പെടുന്നു. അവിടെയാണ് മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിനൊരു പിറവി തുടങ്ങുന്നത്. ഏതാണ്? ഈ പറയുന്ന മാഗ്ന കാർട്ട കരാറിൽ തുടങ്ങി. എന്നാൽ അവിടെ എന്താണ് അത് പൂർണ്ണമായിട്ടും എല്ലാവർക്കുമായിട്ടുമല്ല നൽകിയത്. എന്താണ്? ചില വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണമായ അർത്ഥത്തിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് രൂപീകരിക്കപ്പെടുന്നത് അമേരിക്കയിലാണ്. അവരുടെ എന്താണ് ആദ്യത്തെ 10 അവരുടെ ഭരണഘടനാ ഭേദഗതികൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ജെയിംസ് മാഡിസൺ ആണ് ഈ ബിൽ ഓഫ് റൈറ്റ്സിന്റെ പിതാവ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് ഇന്ത്യ രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നാണ് ഇന്ത്യ ഭരണഘടന മൗലിക അവകാശങ്ങൾ എന്നുള്ള ഭാഗം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? അതിൻ്റെ ഉത്തരമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ മൗലികാവകാശങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതാണ് മൗലികാവകാശങ്ങളുടെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് എന്തെന്ന് സ്വീകരിച്ചിട്ടുള്ളത് മൗലികാവകാശങ്ങൾ എന്ത് ചെയ്തത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വീകരിച്ചത്. എന്നാൽ
അമേരിക്കൻ ഭരണഘടനയിൽ ഉള്ളതുപോലെ അങ്ങനെ പകർത്തി വെക്കുകയല്ല ഇന്ത്യൻ മൗലികാവകാശങ്ങളിൽ ചെയ്തത്. ഇന്ത്യയുടെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കൻ അവകാശങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് എന്താണ് വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു രേഖയാണ് എന്തെന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ ഈ ആശയം കടം കൊണ്ടു, എന്നാൽ അതുപോലെ പകർത്തി വെക്കുകയല്ല ചെയ്തത്. എന്താണ്, അതിലും വളരെ വിശാലമായ അർത്ഥത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലാണ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഭാഗം 3 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എന്താണ് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ൽ ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത്. എവിടെ നിന്നാണ്? അത് USA അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്നാണ്. എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് കടമെടുത്തിട്ടുള്ളത്. ഈ മൗലിക അവകാശങ്ങൾക്ക് എന്താണ്? മൗലിക അവകാശങ്ങൾക്ക് ചില വിശേഷണങ്ങളുണ്ട്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലുള്ള മൗലിക അവകാശങ്ങൾക്ക് ചില വിശേഷണങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്താണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. എന്താണ് ഒന്നാമത്തെ വിശേഷണം എന്ന് പറയുന്നത്? ഒന്നാമത്തേത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ മാഗ്ന കാർട്ട. രണ്ടാമത്തേത് സ്വതന്ത്രത്തിന്റെ വിളക്കുകൾ എന്ന് പറയുന്നു. എന്താണ്? സ്വതന്ത്രത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നതും എന്താണ്? മൗലികാവകാശങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? അതും മൗലിക അവകാശങ്ങളാണ്. മൂന്നാമത്തേത് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് അല്ലെങ്കിൽ ദ കീ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? അതും മൗലിക അവകാശങ്ങളാണ്. ആണിക്കല്ല് അഥവാ കീ സ്റ്റോൺ എന്നറിയപ്പെടുന്നു. ആണിക്കൽ അഥവാ കീ സ്റ്റോൺ എന്നറിയപ്പെടുന്നു. അപ്പൊ നോക്കുക, ഇത് 3 ചോദിച്ചാലും അതിന്റെ ഉത്തരം എന്താണ്? മൗലിക അവകാശമാണ്. അപ്പോൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ഇനി 3 ആണിക്കല്ല് ദ കീ സ്റ്റോൺ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ചോദ്യം വരികയാണെങ്കിലോ ഇതിന്റെ 3-ന്റെയും ഉത്തരം ഒന്നാണ്. എന്താണ്? മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ആണിക്കല്ല് ദ കീ സ്റ്റോൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ 3 വിശേഷണങ്ങളാണ് പ്രധാനമായിട്ടും എന്തിനുള്ളത്? മൗലിക അവകാശങ്ങൾക്കുള്ളത്. ഇനി ഈ മൗലിക അവകാശങ്ങൾക്ക് ഈ വിശേഷണങ്ങൾ പോലെ തന്നെ എന്താണ്? ചില പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണ് മൗലിക അവകാശങ്ങളുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ അമേരിക്കയുടെ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് മൗലിക അവകാശം എന്നുള്ളത് പറഞ്ഞു. എന്താണ്? അതായത് പൗരന്മാർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന, കോടതി വഴി സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്ന അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണ് മൗലിക അവകാശങ്ങൾ? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിനെതിരായിട്ട് കോടതി ഭരണഘടന ഉറപ്പു നൽകുന്ന, കോടതി വഴി സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്ന അവകാശങ്ങളാണ്. വ്യക്തിക്കുള്ള അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? അത് ഭരണഘടന ഉറപ്പു നൽകുന്നു എന്നുള്ളതാണ്. എന്താണ്? ഭരണഘടന ഉറപ്പു നൽകുന്നു.
അഷ്വേർഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? അഷ്വേർഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തേത് എന്താണ്? കോടതി വഴി സ്ഥാപിച്ചെടുക്കുവാൻ കഴിയും. അതായത് ഒരു മൗലിക അവകാശം ലംഘിക്കപ്പെടുന്ന, ഒരു വ്യക്തിയുടെ മൗലിക അവകാശം ലംഘിക്കപ്പെടുന്ന പക്ഷം അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നേരിട്ട് ഉന്നത കോടതികളെ സമീപിക്കുവാനും അയാളുടെ നഷ്ടപ്പെട്ട മൗലികാവകാശം സ്ഥാപിച്ചു കിട്ടുവാനും അയാൾക്ക് എന്തുണ്ട്? ആ വ്യക്തിക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത? ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്? അത് കോടതി വഴി സ്ഥാപിച്ചെടുക്കുവാൻ കഴിയും. ജസ്റ്റിഷ്യബിൾ ആണ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ്? ജസ്റ്റിഷ്യബിൾ ആണ്. ജസ്റ്റിഷ്യബിൾ ആണ് എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെടുന്ന പക്ഷം നമുക്ക് എന്താണ്? കോടതി വഴി സ്ഥാപിച്ചെടുക്കുവാൻ കഴിയും. രണ്ടാമത്തെ എന്താണ്? കോടതി വഴി സ്ഥാപിച്ചെടുക്കുവാൻ കഴിയും. കോടതി വഴി സ്ഥാപിച്ചെടുക്കുവാനായിട്ട് കഴിയും. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ ജസ്റ്റിഷ്യബിൾ എന്ന് പറയുന്നു. എന്താണ്? ജസ്റ്റിഷ്യബിൾ എന്ന് പറയുന്നു. ഇനി മൗലിക അവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് രാഷ്ട്രീയ ജനാധിപത്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ്? രാഷ്ട്രീയ ജനാധിപത്യ സാക്ഷാത്കാരം അഥവാ പൊളിറ്റിക്കൽ ഡെമോക്രസി ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളുടെ പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്? രാഷ്ട്രീയ ജനാധിപത്യ സാക്ഷാത്കാരം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത്? എന്താണ് ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ ഡെമോക്രസി എന്താണ്? പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് പൗരന് സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക. എന്താണ്? പൗരന് സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക. പൗരന് സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക. രണ്ടാമത്തേത് പൗരന് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുക. എന്താണ്? പൗരന് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുക. ഇനി മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ അനിയന്ത്രിതമായ ഇടപെടൽ ഒഴിവാക്കുക. എന്താണ്? പൗരന്മാരുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവിതത്തിന്മേൽ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ എന്താണ്? അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടലുകൾ അവസാനിപ്പിക്കുക എന്നുള്ളതുമാണ്. എന്താണ്? പൗരന്മാരുടെ ജീവിതത്തിൽ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗത്തിന്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ അവസാനിപ്പിക്കുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ 3 പോയിന്റുകളെയും ചേർത്തുകൊണ്ടാണ് നമ്മൾ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത്. എന്താണ്? പൗരന് സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ്? പൗരന് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാക്കുക. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ, ഈ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭാംഗങ്ങൾ, എന്താണ്, അറ്റോർണി ജനറൽ, ഇവരെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്?
കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇവർ മനുഷ്യരുടെ, അതായത് പൗരന്മാരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലും അവരുടെ ജീവിതത്തിന്മേലുമൊക്കെ അനിയന്ത്രിതമായിട്ട് ഇടപെടുന്നത് അവസാനിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഈ മൗലിക അവകാശങ്ങളുടെ ലക്ഷ്യം. ഇത് മൂന്നും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രാഷ്ട്രീയ ജനാധിപത്യ സാക്ഷാത്കാരം അഥവാ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത്. എന്താണ് മൂന്നാമത്തെ ഫീച്ചർ? എന്താണ്? രാഷ്ട്രീയ ജനാധിപത്യ സാക്ഷാത്കാരമാണ്. എന്താണ് രാഷ്ട്രീയ ജനാധിപത്യ സാക്ഷാത്കാരം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തെ പ്രത്യേകത, മൗലിക അവകാശങ്ങൾ എന്താണ് പറയുന്നത് ഒരേ സമയം തന്നെ എന്താണ് പോസിറ്റീവ് സ്വഭാവമുള്ളവയും നെഗറ്റീവ് സ്വഭാവമുള്ളവയുമാണ്. എന്താണ്? നാലാമത്തെ പ്രത്യേകതയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്. എന്താണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്. എന്താണ് പോസിറ്റീവ് സ്വഭാവം, എന്താണ് നെഗറ്റീവ് സ്വഭാവം? അതായത് ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഭരണഘടന മൗലിക അവകാശങ്ങളിലൂടെ എന്താണ് ചെയ്യുന്നത്? വ്യക്തിക്ക് അല്ലെങ്കിൽ പൗരന് ചില പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ അനുവദിച്ചു നൽകുന്നു. അതെന്താണ്? അത് പോസിറ്റീവാണ്. എന്നാൽ ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു? ഭരണകൂടത്തെ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കുന്നു. അതെന്താണ്? നെഗറ്റീവാണ്. ഇതാണ് ഒരേ സമയം പോസിറ്റീവും നെഗറ്റീവുമാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? പൗരന് ചില അവകാശങ്ങൾ അനുവദിച്ചു നൽകുന്നു. പൗരനെ സംബന്ധിച്ച് അതെന്താണ്? പോസിറ്റീവാണ്. പക്ഷെ ഗവൺമെന്റിനെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ അത് എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. എന്തിൽ നിയന്ത്രിക്കുന്നു? പൗരന്മാരുടെ ജീവിതത്തിന് മേൽ അനിയന്ത്രിതമായി കടന്നുകയറുന്നതിനെ നിയന്ത്രിക്കുന്നു. അവരുടെ ചില അധികാരങ്ങളെ അത് എന്ത് ചെയ്യുന്നു? റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എന്താണ്? അതേസമയം തന്നെ ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്, പോസിറ്റീവുമാണ്. അപ്പോൾ നാലാമത്തെ പ്രത്യേകതയാണ് ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ നാലാമത്തെ പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ്. ഇനി അഞ്ചാമത്തേതെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സമ്പൂർണമല്ല, സമ്പൂർണവും അനിയന്ത്രിതവുമല്ല. മനസ്സിലാക്കുക, എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്? പൂർണ്ണമായവയല്ല, അനിയന്ത്രിതമായവയുമല്ല. മൗലിക അവകാശങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിൽ ചില റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് വെക്കുവാൻ ആർക്ക് അധികാരമുണ്ട്? ഗവൺമെന്റിന് അധികാരമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ കഴിയില്ല? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് പരിപൂർണമാണെന്ന് പറയാൻ കഴിയില്ല, അനിയന്ത്രിതമാണെന്ന് പറയാൻ കഴിയില്ല. ചില നിയന്ത്രണങ്ങൾ ഈ പറയുന്ന മൗലിക അവകാശങ്ങളുടെ മുകളിലും ഉണ്ട്. അത് മറ്റൊരു പ്രത്യേകതയാണ്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് സമ്പൂർണമല്ല, സമ്പൂർണവും അനിയന്ത്രിതവും അല്ല. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് സമ്പൂർണമോ അനിയന്ത്രിതമോ അല്ല. പരിപൂർണമല്ല. എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് സ്പീച്ച്, അതായത് എക്സ്പ്രഷന് അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുവാൻ കഴിയുമോ? കഴിയില്ല. അവിടെ എന്തുണ്ട്? ഒരു റീസണബിൾ ഗ്രൗണ്ട് ഓഫ് റെസ്ട്രിക്ഷൻസ് ഗവൺമെന്റ് വെക്കും. അതുകൊണ്ടാണ് പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു കാരണവശാലും സമ്പൂർണമല്ല, അനിയന്ത്രിതവുമല്ല. അതിന് ചില റീസണബിൾ ഗ്രൗണ്ട് ഓഫ് റെസ്ട്രിക്ഷൻസ്, ന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വെക്കുവാൻ ഗവൺമെന്റിന് എന്തുണ്ട്? അധികാരമുണ്ട്. അപ്പോൾ അഞ്ചാമത്തെ പോയിന്റ് സമ്പൂർണമോ അനിയന്ത്രിതമോ അല്ല. ഇനി ആറാമത്തെ പ്രത്യേകതയാണ്, ആറാമത്തെ ഫീച്ചറാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നതും ഭരണഘടനയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അത് ഭേദഗതി ചെയ്യുവാൻ ആർക്ക് അവകാശമുണ്ട്? പാർലമെന്റിന് അവകാശമുണ്ട്. ഭരണഘടനയുടെ ഭാഗമായതുകൊണ്ട് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് ഭേദഗതി ചെയ്യുവാനുള്ള അവകാശം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ മാറ്റം വരുത്തുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഭേദഗതി ചെയ്യുവാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ മാറ്റം വരുത്തുന്ന രീതിയിൽ ഭേദഗതി ചെയ്യാൻ പാടില്ല. എന്നാൽ എന്ത് ചെയ്യാം? ഭേദഗതി ചെയ്യാം. അപ്പൊ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതിക്ക് വിധേയമാണ്.
ഭരണഘടനാ ഭേദഗതിക്ക് വിധേയമാണ്. ഭരണഘടനാ ഭേദഗതിക്ക് വിധേയമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ഭരണഘടനയുടെ ഒരു ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന സ്വഭാവത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റം വരുത്താൻ പാടില്ല. നമ്മളത് അടുത്ത പാഠഭാഗങ്ങളിൽ കുറച്ച് ചെല്ലുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അടിസ്ഥാന ഭാഗങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുക. ഭരണഘടനയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുടെ പ്രത്യേകത എന്താണ്? ഭരണഘടന ഉറപ്പു നൽകുന്നു, കോടതി വഴി സ്ഥാപിച്ചെടുക്കുവാൻ കഴിയും, രാഷ്ട്രീയ ജനാധിപത്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് അത് നടപ്പിലാക്കുന്നത്. ഒരേ സമയം ഇവ പോസിറ്റീവ് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്, സമ്പൂർണമോ അനിയന്ത്രിതമോ അല്ല, ഭരണഘടനാ ഭേദഗതിക്ക് വിധേയമാണ്. ഇതാണ് പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൗലികാവകാശങ്ങളെ കുറിച്ചാണ്. എന്താണ് മൗലികാവകാശം? സ്റ്റേറ്റിനെതിരായിട്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന, കോടതി വഴി സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്ന അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് നമ്മൾ ഈ ആശയം കടമെടുത്തിട്ടുള്ളത്. ഇതിന്റെ വിശേഷണങ്ങളാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വതന്ത്രത്തിന്റെ വിളക്കുകൾ, ആണിക്കൽ, ദ കീ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതാണ് മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൗലികാവകാശങ്ങളുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇന്ത്യൻ പൗരന് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതെല്ലാമാണ് നോക്കാം. ഒന്നാമത്തെ മൗലിക അവകാശം എന്ന് പറയുന്നത് സമത്വത്തിന് വേണ്ടിയിട്ടുള്ള അവകാശമാണ്. സമത്വത്തിന് വേണ്ടിയിട്ടുള്ള അവകാശമാണ്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയും. റൈറ്റ് ടു ഇക്വാളിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, അതായത് 14, 15, 16, 17, 18 ആർട്ടിക്കിളുകളാണ് സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്, റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശമാണ്, റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയും, സ്വതന്ത്രത്തിന് ഉള്ള അവകാശം. ആർട്ടിക്കിൾ 19, 20, 21, 22 ആണ്. നോക്കുക, ആർട്ടിക്കിൾ 19, 20, 21, 22 ആർട്ടിക്കിളുകളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്. ഇനി ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം നമ്മൾ ഇംഗ്ലീഷിൽ പറയും റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശം. ആർട്ടിക്കിൾ 23, ആർട്ടിക്കിൾ 24 അതിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 23, ആർട്ടിക്കിൾ 24 എന്തിനെ കുറിച്ച് പറയുന്നത്? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഇനി നോക്കുക, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം. റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം. ഇത് പറയുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 25, 26, 27, 28 ആർട്ടിക്കിളുകളാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡത്തെ കുറിച്ച് പറയുന്നത്. ഇനി നോക്കുക, അഞ്ചാമത്തേത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നു. നോക്കുക, അടുത്തത് ആറാമത്തേത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. നമ്മൾ ഇംഗ്ലീഷിൽ പറയും റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇംഗ്ലീഷിൽ പറയുക? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആർട്ടിക്കിൾ 32 ഇതിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 32 പറയുന്നത്. അപ്പൊ നോക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ പൗരന് നൽകുന്നത്. ഒന്നാമത്തേത് സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ.
മൂന്നാമത്തേത് ചൂഷണത്തിനായിട്ടുള്ള അവകാശം 23, 24. നാലാമത്തേത് എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25, 26, 27, 28. അഞ്ചാമത്തേത് എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29, 30. ആറാമത്തേത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിക്ക്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതെന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 32. നിങ്ങളിവിടെ നോക്കുക. 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇവിടെ ഒരെണ്ണം മിസ്സിംഗ് ആണ്. 31 മിസ്സിംഗ് ആണ്. 32. എന്തുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ 31 മിസ്സായത്? നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്താണ്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എന്താണ്? 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. എന്താണ്? 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. ഈ ആർട്ടിക്കിൾ 31 ഇവിടെ നമ്മൾ പറഞ്ഞ, ഇപ്പോൾ ഇല്ല, കാണുന്നില്ല, മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 31 എന്താണ്? സ്വത്തവകാശമായിരുന്നു. സ്വത്തവകാശം. ഈ സ്വത്തവകാശം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എന്തായിരുന്നു? ഒരു മൗലിക അവകാശമായിരുന്നു. എന്നാൽ നമ്മൾ 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ആർട്ടിക്കിൾ 31 സ്വത്തവകാശം എന്ന് പറയുന്ന മൗലിക അവകാശത്തെ നമ്മൾ എന്ത് ചെയ്തു? മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിനെ എന്താക്കി മാറ്റി? ഈ 31 എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്തു. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 1978 44-ാം ഭരണഘടനാ ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി. ഈ 44-ാം ഭരണഘടനാ ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ പ്രസിഡന്റ് നിലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. ആരാണ്? നിലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. അപ്പോൾ 1978 44-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. ഈ സ്വത്തവകാശം എന്നുള്ളത് എവിടെയായിരുന്നു കിടന്നിരുന്നത്? മൗലികാവകാശങ്ങളുടെ ഭാഗമായിരുന്നപ്പോൾ ഇത് കിടന്നിരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ഭേദഗതിയിലൂടെ ഭാഗം 3-ൽ നിന്ന് സ്വത്തവകാശത്തെ എങ്ങോട്ട് മാറ്റി? നമ്മൾ ഭാഗം 12-ലേക്ക് മാറ്റി. ഭാഗം 12-ലേക്ക് മാറ്റി. ആർട്ടിക്കിൾ 300A എന്ന് പറയുന്ന ഒരു പുതിയ ആർട്ടിക്കിൾ ഉണ്ടാക്കി. എന്താണ്? ആർട്ടിക്കിൾ 300A എന്ന് പറയുന്ന പുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? ഈ ആർട്ടിക്കിൾ 32-ൽ കിടന്ന സ്വത്തവകാശത്തെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് നമ്മൾ എവിടെ കൊണ്ടുവന്നു? ഭാഗം 12-ൽ ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നു. ഇപ്പോൾ സ്വത്തവകാശം എന്നുള്ളത് എന്താണ്? അതൊരു മൗലിക അവകാശമല്ല, പകരം എന്താണ്? നിയമപരമായിട്ടുള്ള അവകാശമാണ്, അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് ആണ്. എന്താണ്? ലീഗൽ റൈറ്റ് ആണ്. മനസ്സിലാക്കുക. എന്താണ്? ഇന്ത്യൻ ഭരണഘടന, നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്രയാണ്? 6 മൗലികാവകാശങ്ങളാണുള്ളത്. അതാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. പക്ഷെ നിലവിൽ വന്നപ്പോൾ എന്താണ്? 7 എണ്ണം ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 31 സ്വത്തവകാശമായിരുന്നു. അത് നമ്മൾ എന്താണ്? 78 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭാഗം 3-ൽ നിന്ന് നീക്കം ചെയ്ത് ഭാഗം 12-ൽ കൊണ്ടുവന്നു. ആർട്ടിക്കിൾ 31-ൽ നിന്ന് നീക്കം ചെയ്ത് എന്താണ്? ആർട്ടിക്കിൾ 300A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. സ്വത്തവകാശം ഇപ്പോൾ എന്താണ്? സ്വത്തവകാശം ഇപ്പോൾ മൗലിക അവകാശമല്ല. നിലവിൽ സ്വത്തവകാശം എന്നുള്ളത് നമുക്ക് എന്താണ്? ലീഗൽ റൈറ്റ് ആണ്, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശമാണ് എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓർത്തു വെക്കുക. ഇനി ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ എന്താണ്? ഏത് സമയവും ഒരുപോലെ തന്നെ നിലനിൽക്കണമെന്നില്ല. ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് കരുതുക. അപ്പോൾ ഈ മൗലികാവകാശങ്ങളിൽ ബഹുഭൂരിപക്ഷവും റദ്ദ് ചെയ്യുവാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. നിങ്ങൾക്കറിയാം എന്താണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 360. ഇങ്ങനെ 3 അടിയന്തരാവസ്ഥകളെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്.
ആർട്ടിക്കിൾ 352 എന്ന് പറയുന്നത് എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയാണ്. ദേശീയ അല്ലെങ്കിൽ എന്താണ്? ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് പറയും. ആർട്ടിക്കിൾ 356 എന്താണ്? സംസ്ഥാന അടിയന്തരാവസ്ഥയാണ് അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂളാണ്. ആർട്ടിക്കിൾ 360 എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ഇതെന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ എന്താണ് പ്രസിഡന്റിന്റെ ഭാഗം എടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറയും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആർട്ടിക്കിൾ 352 എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ നാഷണൽ എമർജൻസിയാണ് അല്ലെങ്കിൽ എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയാണ്. 356 എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാന അടിയന്തരാവസ്ഥ അതായത് എന്താണ്? പ്രസിഡൻഷ്യൽ റൂളാണ്. അതായത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാരിനെ പിരിച്ചുവിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതാണ് ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 360 എന്ന് പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. നിലവിൽ ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തൊരു അടിയന്തരാവസ്ഥയാണ് എന്ത്? ആർട്ടിക്കിൾ 360 എന്ന് പറയുന്നത്. 352 പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 352 പ്രകാരം എന്താണ്? ഒരു ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഒരു ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ, ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ചില മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യപ്പെടും? റദ്ദ് ചെയ്യപ്പെടും. നമുക്ക് രണ്ട്, അതായത് 21, 22, അതായത് ജീവിക്കാനുള്ള 20, 21 പോലെയുള്ള ജീവിക്കാനുള്ള ചില മൗലികാവകാശങ്ങൾ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം തന്നെ എന്ത് ചെയ്യപ്പെടും? റദ്ദ് ചെയ്യപ്പെടും. അത് റദ്ദ് ചെയ്യുവാനുള്ള അവകാശം ആർക്കാണ്? അത് റദ്ദ് ചെയ്യുന്നതിനായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് രാഷ്ട്രപതിക്കാണ്. മാത്രമല്ല, ഈ മൗലിക അവകാശങ്ങളുടെ കാവൽക്കാരൻ, ദ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് സുപ്രീം കോടതിയാണ്. എന്താണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് എന്താണെന്നറിയപ്പെടുന്നത്? ഗാർഡിയൻ അല്ലെങ്കിൽ കാവൽക്കാരൻ. എന്തിൻ്റെ? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാവൽക്കാരൻ, മൗലിക അവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് സുപ്രീം കോടതിയാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? 6 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനായിട്ടുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. എന്നാൽ ഇന്ത്യൻ നിലവിലാണ് 6 ഉള്ളത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 31 സ്വത്തവകാശത്തെ നമ്മൾ 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും നമ്മൾ ഭാഗം 12 ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നിട്ട് എന്താണ്? സ്വത്തവകാശത്തെ നമ്മൾ ഒരു നിയമപരമായിട്ടുള്ള അവകാശം അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. മാത്രമല്ല, എമർജൻസി അഥവാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുവാൻ ആർക്കാണ് അധികാരമുള്ളത്? അത് രാഷ്ട്രപതിക്കാണ്. ഈ മൗലിക അവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ എന്താണ് വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങളും എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ കൂടുതലായിട്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ എന്ത് ചെയ്യുക? വളരെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.